പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദൈവത്താൽ അസാധ്യമായി ഒന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കയറ്റുകയും ചെയ്യുന്നു. 1 സാമുവേൽ 2:6. കർത്താവായ ദൈവമേ, മക്കൾ ഉണ്ടാകുമെന്ന ദൈവത്തിന്റെ വാഗ്ദാനത്തെ അവിശ്വസിച്ച് അബ്രഹാമിനോട് ദൈവദൂതൻ ചോദിച്ചു, കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? പരിശുദ്ധ അമ്മയുടെ സംശയത്തിന് മറുപടിയായി ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ജെറമ്യ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? കർത്താവെ, അങ്ങയുടെ സർവശക്തിയിൽ ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ള അങ്ങേക്ക് കഴിയാത്തതായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ഒരുവനെ പാതാളത്തിൽ ഇറക്കുന്നതിനും അവിടെ നിന്ന് കരകയറ്റുന്നതിനും വീരന്മാരുടെ വില്ലുകൾ തകർത്ത് ബലഹീനരെ ശക്തിപ്പെടുത്തുന്നതും അങ്ങ് തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഓരോ മനുഷ്യനും അവന്റെ പ്രവൃത്തികൾക്ക് അനുസൃതമായി പ്രതിഫലം നൽകുവാൻ അങ്ങയുടെ കണ്ണുകൾ എപ്പോഴും ഭൂമിയിൽ ഓടി നടക്കുന്നു. പൂർവ്വ ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് കൈപിടിച്ചുയർത്തി ഈജിപ്തിന്റെ ഭരണാധികാരിയാക്കിയ അങ്ങേക്ക് എന്താണ് സാധിക്കാത്തതായി ഉള്ളത്? ദൈവമേ, ഞങ്ങളുടെ ജീവിതം അങ്ങേക്ക് ഫലമേൽപ്പിക്കുന്നു. സർവശക്തനായ അങ്ങ് ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, പ്രാർത്ഥിക്കണമേ. ആമേൻ. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലുമുണ്ടോ? ജെറമ്യ 32:27. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.